എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവും കവിയുമായ എസ് രമേശൻ നായരുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമായ ശ്യാമയ്ക്കൊരു പൂവ് എന്ന പുസ്തകത്തിലെ ഒരു പ്രിയപ്പെട്ട കവിതയുമായിട്ടാണ്. പ്രധാനമായിട്ടും ഇത് തിരഞ്ഞെടുക്കാൻ കാരണം എസ് രമേശൻ നായർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവാണ്. ഒരു മുഖവുര ആവശ്യമില്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ. പ്രിയപ്പെട്ട ഏത് പാട്ടാണെങ്കിലും അതിൻ്റെ എഴുത്തുകാരനാണ് ആരാണെന്ന് നോക്കിയാൽ അത് എസ് രമേശൻ നായരായിരിക്കും. ഒരു മയിൽപീലി തുണ്ടുകൊണ്ട് വൈകുണ്ഠത്തെ വരച്ചു കാട്ടിയവനാണ് ഈ കവി. വയലാറിൻ്റെയും ഭാസ്കരൻ മാസ്റ്ററിന്റെ ONV കുറുപ്പ് സാറിന്റെ ഒക്കെ വരികളോട് തന്നെ ഒപ്പം നിൽക്കുന്ന വരികളാണ് രമേശൻ നായരുടെ വരികളും. അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തനാണ്. അതേപോലെ ഭാഷാമാതാവിൻ്റെ മൂകാംബിക ദേവിയുടെ മണ്ഡപത്തിലെ പൂജാരി കൂടിയാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഈ വരികൾ മാത്രം മതി മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ. കോവിഡ് വരുത്തിയ ഒരു വലിയ നഷ്ടമായിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് ശ്യാമയ്ക്കൊരു പൂവ്. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ടി പത്മനാഭൻ എഴുതിയിട്ടുണ്ട്, നമ്മുടെ പഴയ കവികൾ ഋഷികളായിരുന്നു, ഋഷികളല്ലാത്തവർ കവിയല്ല, ഋഷി സത്യം ദർശിച്ചവനാണ്. ഇന്ന് അതിനൊരു പരമ്പരയില്ലെങ്കിൽ പോലും ഋഷിതുല്യനായ ഒരു കവിയാണ് എസ് രമേശൻ നായർ എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ചിലപ്പതികാരത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തരികയും തിരുക്കുറൽ മുഴുവൻ പഠിച്ച് അതിനുശേഷം അതും മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് എഴുതി തരികയും ചെയ്ത ഈ മനുഷ്യന്റെ ഈ പുസ്തകത്തിൽ നിരവധി കവിതകളുണ്ട്. അതിൽ ദേവിയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സത്യ രീതിയിൽ എഴുതിയ കവിതകളും രാഷ്ട്രീയ ബോധമുള്ള കവിതകളും വിശപ്പിനെ കുറിച്ചും ഒക്കെയുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയണം, രണ്ട് വാക്ക് സംസാരിക്കാൻ ഇഷ്ടം തോന്നിയ ഒരു കവിത അത് കിരാതമാണ്. എല്ലാ കവിതകളും മികച്ചത് തന്നെ. കിരാതത്തെക്കുറിച്ച് വായിച്ചപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കിരാതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്രുതൻ വിജയൻ നീ കേവലം ഒരു അസ്ത്രത്താൽ വിശ്വപുഷ്കരങ്ങളെ കമ്പനം കൊള്ളിക്കുന്നോൻ. വിശ്രുതനായ വിജയൻ അത് ഗാന്ധീവം ഏന്തി നിൽക്കുന്ന അർജുനനല്ല. ഇത് ഒരു പുരാണ കവിതയായിട്ട് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. ഇതിനകത്തെ ഈ അർജുനൻ അത് നമ്മൾ തന്നെയാണ്. എല്ലാവരോടും യുദ്ധം ചെയ്ത് വിജയിച്ചു എന്ന രീതിയിൽ നിൽക്കുന്ന ആ ഒരു അഹംഭാവത്തോടെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ് കവി ഇതില് സംസാരിക്കുന്നത്. തനിച്ചിരുന്നോരു മാത്ര നീ ചിന്തിക്കുകിൽ നീ അഗാധമാമൊരു ശൂന്യതയല്ലോ പണ്ടേ. തനിച്ചിരിക്കുമ്പോൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, സത്യത്തിൽ നമ്മൾ വിജയിച്ചവരാണോ അതോ അഗാധമായ ഒരു ശൂന്യതയിൽ അല്ലെങ്കിൽ ഒരു ശൂന്യമായ ഗർത്തത്തിൽ പെട്ടവരാണോ എന്ന്. സത്യം പറഞ്ഞാല് സത്യത്തിൽ നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല, മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്ത് നമ്മൾ നേടിയെടുക്കുന്നത് കൊണ്ട് തൃപ്തി അടയുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഈ കവിത. ശത്രുക്കൾ എന്നാൽ സ്വന്തം സോദരന്മാരാണ്, അമ്മ പെറ്റവരാണ് അവരെയും നിന്നെയും എങ്കിൽ കൂടിയും. നമ്മൾ ശത്രുക്കളായിട്ട് കരുതുന്നത് അത് നമ്മുടെ സഹോദരങ്ങളെ തന്നെയാണ്. നിന്നെയും എന്നെയും ഒക്കെ അമ്മ പെറ്റതാണ്, അത് മനസ്സിലാക്കൂ. എന്നാലും അത് മനസ്സിലാക്കാതെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പരാജയത്തിലൂടെ നമുക്കെന്തോ സന്തോഷം ലഭിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ അങ്ങനെ ലഭിക്കുന്നത് എന്താണ് അതും വ്യക്തമാക്കുന്നുണ്ട് കവി. അങ്ങനെ നേടിയെടുക്കുന്ന വിജയത്തിന്റെ പരിണിത ഫലം എന്താണെന്ന്. ആ നാടു മരുപ്പറമ്പല്ലെങ്കിൽ ശവപ്പറമ്പാവില്ലേ, നിനക്കതിലുണ്ടാമോ കുടിവെള്ളം. ശ്വസിക്കാൻ ഇളം കാറ്റ്, പാടുവാൻ കുയിൽപ്പറ്റം, വസിക്കാൻ കുടിൽ, ചാരത്തൊഴുകാൻ ഒരു പുഴ, ചുരത്താൻ പൈക്കൽ, സ്വർഗ സൗന്ദര്യം നിൻ മുറ്റത്ത് വിടർത്താൻ വസന്തം,
വർഷിക്കുവാൻ മുകിൽ നിര. ചാപിള്ളയല്ലാതൊരു സുഹൃതം കൈകാൽ കുടഞ്ഞിടുന്ന മണിത്തൊട്ടിലാടുമോ തറവാട്ടിൽ. ചാപിള്ളയല്ലാത്ത ഒരു സുഹൃതം എന്നാല് ജീവിച്ചിട്ടും ജീവൻ ഉണ്ടെങ്കിൽ പോലും മരണപ്പെട്ടതുപോലെ ജീവിക്കുന്നവരില്ലേ, അങ്ങനെ അല്ലാത്ത ഒരു അനന്തര അവകാശം നിനക്കുണ്ടാകുമോ? നിനക്ക് കുടിക്കുവാൻ വെള്ളം ഉണ്ടാകുമോ? ശ്വസിക്കാനായി നല്ല വായു ഉണ്ടാകുമോ? പാട്ട് പാടുന്ന കുയിൽ നിര നിന്റെ ചുറ്റും ഉണ്ടാകുമോ? അതൊന്നും നിനക്ക് അനുഭവിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുമോ? നീ യുദ്ധം ചെയ്യുന്നത് നിന്റെ സഹോദരങ്ങളോട് കൂടിയാണ് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ സത്യമായ കാര്യമാണ്. ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും യുദ്ധം ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ് വിജയവും പരാജയവും ഇരിക്കുന്നത്. അത് തന്നെയാണ് ഈ കവിതയിലെ ഏറ്റവും അടിസ്ഥാനമായ തത്വം. കാരണം ഓരോരുത്തരും അവരവരുടെ ജീവിതങ്ങളെ ജീവിക്കുവാൻ വേണ്ടിയുള്ള പ്രാരാബ്ധ പാച്ചിലുകളിലാണ്. അതേപോലെ തന്നെ ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുകൂടി അടയാളപ്പെടുത്തുന്ന വരികളുണ്ട്. വളരെ മനോഹരമായ വരികളാണ്. മലയാള ഭാഷയുടെ ശുദ്ധിയും താളവും എല്ലാം ചേരുമ്പോഴാണ് മനോഹരമായ കവിത ഉത്ഭവിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ വളരെ മനോഹരമായി അദ്ദേഹം എഴുതിയ വരികളാണ് ഇനി ഞാൻ ചൊല്ലുന്നത്. സമസൃഷ്ടരിൽ സ്നേഹം, സകലാദൃതം ഭാവം, സർവകാരുണ്യം ശീലം, സാത്വികം മനോഗതം, നിഷ്പക്ഷം ധർമാധർമ്മ ചിന്തനം, അഹിംസയാം നിഷ്കളങ്കത്വം, ദൈവതുല്യമാം ഔന്നിത്യവും. എല്ലാ ഭരണാധികാരികളിലും വേണ്ടുന്ന ഭാവങ്ങളാണ്. നിഷ്കളങ്കനായിരിക്കണം, നിഷ്പക്ഷവാദിയായിരിക്കണം, സാത്വികമായ മനസ്സോടു കൂടിയവനായിരിക്കണം, കാരുണ്യവാനായിരിക്കണം. ഇതൊക്കെയാണ് വേണ്ടുന്നതെന്നാണ് പൂർവികര് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ പോലുള്ളവർ, അതായത് ഇന്നത്തെ സമൂഹത്തിലുള്ളവർ, അവർ ലക്ഷ്യം വെക്കുന്നത് നിന്റെ ആൾക്കാർ, നിന്റെ നാട്, നിൻ സിംഹാസനം ഈ മട്ടിലെല്ലാം നിന്റെ മാത്രമായി തീർക്കാൻ ശ്രമിക്കുന്നു. എത്രയോ ശക്തമായ വരികളാണ്. എത്രയോ സ്വാർത്ഥത നിറഞ്ഞതാണ് ഇന്നത്തെ നാട്ടിലെ ഭരണാധികാരികൾ. നിന്റെ ആൾക്കാർ എന്ന് മാത്രമുള്ള ചിന്ത, അതാണ് മാറ്റേണ്ടത് എന്നാണ് ആ വരികളിൽ ശക്തമായി കവി പറയുന്നത്. ഇനിയും ഇതിനുള്ള പ്രതിവിധി എന്താണെന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നിന്റെ ഉള്ളിൽ തന്നെ എയ്തൊടുക്കുക, നിന്നിൽ 100 100,000 ശത്രുക്കൾ അല്ലി വാഴ്വു. നിന്റെ ഉള്ളില് ആണ് ശത്രുക്കൾ വസിക്കുന്നത്, അവരെ വേണം എയ്ത് ഒടുക്കുവാൻ. 100 100,000 ശത്രുക്കളാണ് നിന്റെ ഉള്ളില്, ആ കൗരവരെ വേണം നീ ഒടുക്കുവാൻ എന്നാണ് പറയുന്നത്. സത്യമാണ്. നമ്മുടെ വിജയ പരാജയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ നല്ലതല്ലെങ്കിൽ അതിനെ വേണം നമ്മൾ നശിപ്പിച്ച് കളയുവാനും. ആ മനസ്സിന്റെ ചിന്തകൾ തന്നെയാണ് നമ്മളെ പങ്കിട്ടെടുക്കുന്നതും, നമ്മളെ ചൂതാട്ടത്തിന് വിളിക്കുന്നതും, നമ്മുടെ കൃഷ്ണയെ, നമ്മുടെ ദ്രൗപദിയെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നതും, നമ്മളെ വനത്തിന് അയക്കുന്നതും ഒക്കെ നമ്മുടെ തന്നെ ചിന്തകളാണ്. അതിനെ വേണം നശിപ്പിക്കാൻ. അന്യരെ ലക്ഷ്യം വെക്കും അമ്പു നീ യഥാകാലം, നിന്നിലേക്കുന്നം പിഴയ്ക്കാതെ എയ്തിരുന്നെങ്കിൽ. മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ, മറ്റുള്ളവനെ നശിപ്പിക്കാൻ ശ്രമിക്കാതെ, നിന്റെ ഉള്ളിലെ പ്രശ്നം അത് മനസ്സിലാക്കി നീ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തിനാവർത്തിക്കുന്നു കുരുക്ഷേത്രം കിരാതം? എന്തിനാണ് പാർത്ത ഈ യുദ്ധം? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നും നീ ഭരിച്ചേനെ സുഗതം നിൻ സ്വക്ഷേത്രം. എന്നും നിനക്ക് നിന്റെ മനസ്സിന്റെ, നിന്റെ ക്ഷേത്രത്തിന്റെ രാജാവായിട്ട് അതിനെ ഭരിക്കാം. അതിന്റെ കടിഞ്ഞാൻ നിന്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് യുദ്ധം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ മനസ്സിലാക്കി മുന്നേറുക. ഇതിൽ പരം എന്താണ് ഒരു ഉപദേശം നൽകേണ്ടത് ഈ ഋഷിതുല്യനായ കവി? അല്ലെ, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ. അത് ഒരുപാട് വരികൾ ഈ കവിതയിലുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുത്ത ചില വരികളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. എല്ലാവരും ഈ കവിത വായിക്കാൻ ശ്രമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു പുസ്തകവും കവിതയുമായി കണ്ടുമുട്ടാം. സ്നേഹപൂർവം, ഐശ്വര്യ.